ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻ്ററിൻ്റെ വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചു വരുന്നു. വെൽക്കം സർ. താങ്ക് യു. സാർ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏജിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയാണല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഏജിങ്ങിനെ പറ്റിയിട്ടുള്ള അവരെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കാര്യങ്ങളൊക്കെ? അതെ, നമ്മൾ ഏജിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല കാറ്റഗറീസ് ഓഫ് ആൾക്കാരുമായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. സമൂഹം എന്ന് വെച്ചാൽ അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മുടെ ഫാമിലി തൊട്ട്. ഒരു ഫാമിലി ആകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ കാണും, അഡോളസൻസ് കാണും, പിന്നെ അഡൽട്ട്സ് കാണും, പിന്നെ എൽഡർലി പീപ്പിൾ കാണും, ഇല്ലേ? അപ്പോൾ ആ എൽഡർലി എന്ന് പറയുന്നത് അത് പല കാറ്റഗറീസ് കാണും. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സ് ഒരു ശിശുപ്രായം തൊട്ട് ഒരു വ്യക്തി വളർന്ന് അഡൽട്ടായി പ്രായമായി വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നിടം വരെ നമ്മുടെ ബോഡി പല ചേഞ്ചസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. സോ ആ ചേഞ്ചസ് നോക്കുമ്പോൾ ഓരോ സ്റ്റേജിലും അതിൻ്റേതായ ചാലഞ്ചസ് ഉണ്ട്, അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റേതായ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ചാണ് ചാലഞ്ചസ് മുമ്പോട്ട് വരുന്നത്. സോ ഒരു ശിശുപ്രായത്തിൽ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടും, അത് നിൽക്കാൻ പഠിക്കും. അങ്ങനെ ക്രമേണ അവന് നിൽക്കും, നടക്കും, ഓടാൻ തുടങ്ങും. സോ അതിനുള്ള ബാലൻസ് അവന് കിട്ടും. പിന്നീട് അത് അഡോളസൻസിലേക്ക് മാറുമ്പോഴത്തേന് അതെങ്ങനെ കൂടുതലായിട്ട് ഡെവലപ്പ് ആകാമെന്നാണ് നോക്കുന്നത്. ആ ബോഡിയുടെ പല ഫിസിയോളജിക്കൽ പ്രോസസ്സ്, ഫിസിയോളജിക്കൽ സിസ്റ്റംസ്, പല സിസ്റ്റംസും അത് ഡെവലപ്പായി വരികയാണ്. സോ അഡൽട്ട്ഹുഡിലേക്ക് കിടക്കുമ്പോഴത്തേന് ദെൻ ഇറ്റ് ഈസ് എ മാച്വർ മെയിൽ ഓർ എ ഫീമെയിൽ, മാച്വറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം പിന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആ വ്യക്തി അവരുടേതായ റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോട്ട് കിടക്കുക, അതിൻ്റെ കാര്യങ്ങളിലായിട്ട് ബിസിയായി അങ്ങോട്ടങ്ങ് പോവുകയാണ്. സോ അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് കൂടി കടന്നു പോകുമ്പോൾ അവർ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദേ ആർ റെഗുലർലി ആക്റ്റീവ്. അവർ ഓരോ ദിവസവും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസിൽ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു സ്റ്റേജിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയെക്കുറിച്ച് നമ്മൾ അധികമൊന്നും പറയാറില്ല. പക്ഷേ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലോട്ട് ഒത്തിരി ശ്രദ്ധ കാണിക്കുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ അവർ എക്സസൈസിന് വേണ്ടി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തും, അതിനുവേണ്ടി മാത്രമായിട്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ എഴുന്നേൽക്കുക, കടയിൽ പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ചു വരുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇതെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. സോ അതെല്ലാം നമ്മൾ കൺസെൻട്രേഷനിൽ എടുക്കാൻ പറ്റുന്നതാണ്. സോ ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് ലെറ്റ്സ് സേ നമ്മുടെ നാട്ടിൽ അതിന് റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയും. റിട്ടയർമെൻറ്റ് ഏജിലോട്ട്, അതായത് 58-60 പിന്നെ 60 to 65 അത്രയും പറയുമ്പോഴത്തേന് 65 വരെ നമുക്ക് ഒരു ആക്റ്റീവ് അഡൽട്ട്ഹുഡ് എന്ന് പറയും. പക്ഷേ ഒരു 60 to 65 അതൊരു ബഫർ സോണാണ്. പക്ഷേ 60 to 75 അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ യങ് അഡൽട്ട്സ് എന്ന് പറയും. യങ് അഡൽട്ട്സ് കിടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. അതൊരു യങ് എൽഡർലി ഗ്രൂപ്പ് എന്ന് പറയും, ഓർ യങ് ഓൾഡ് ഗ്രൂപ്പ്. ഓൾഡ് ഏജിൽ തന്നെ യങ് ആയിട്ടുള്ള ഒരു പീരീഡാണത്. അതുപോലെ തന്നെ 75 to 80 അത് ഇച്ചിരി കൂടെ ഒരു മോഡറേറ്റ് എൽഡർലി ഏജ് ഗ്രൂപ്പാണ്. അതിൽ പിന്നെയും ഒത്തിരി ചേഞ്ചസ് നടക്കും. പിന്നീടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 85 and above. അത് ശരിക്കും ഒരു വാർദ്ധക്യം എന്ന് പറയും. അവിടെ മൾട്ടി മോർട്ടാലിറ്റി കാണും, പല പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഡിഫറെൻറ്റ് സിസ്റ്റംസിലുള്ള പ്രോബ്ലംസ് വരും. ബോഡിയിലെ സിസ്റ്റംസ് തന്നെ ഹാർട്ടാകാം, കിഡ്നി ആകാം, അല്ലെങ്കിൽ
എൻഡോക്രൈൻ സിസ്റ്റം ആകാം, അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വരാം. സോ അങ്ങനെ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് മൾട്ടി മോർട്ടാലിറ്റി ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യങ്ങൾ, അതുപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള ബെഡ് റിഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്രൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്ന ഒരു ജനറലൈസ്ഡ് വീക്ക്നെസ് അനുഭവപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. സോ അങ്ങനെ ഈ എൽഡർലി എന്ന് പറയുന്നത് തന്നെ നമുക്കിങ്ങനെ ഈ 3 റീജിയനായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഫോർ എക്സാമ്പിൾ ചെറുപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ലേറ്റ് അഡൽട്ട്ഹുഡിൽ ഡയബറ്റീസ് വന്നവർക്ക് അതിൻ്റേതായ ചാലഞ്ചസ് മുന്നമേ വരാം. അതേ സമയത്ത് വെരി ഫിസിക്കലി ആക്റ്റീവ്, ഹെൽത്തി ആയിരുന്നു, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർ വളരെ ആക്റ്റീവായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്, അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ വളരെ ആക്റ്റീവായിരിക്കും. സോ അദ്ദേഹത്തിന് ഇച്ചിരൂടെ ഒരു റെഗുലർ ലൈഫ് സ്റ്റൈലിൽ തന്നെ, ദൈനംദിന ജീവിതത്തിലെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആണ്. അദ്ദേഹം വെയിറ്റ് തൂക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും, അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലായാലും ഗരാജിലായാലും ഒത്തിരി മൂവ്മെൻറ്റ്സും കാണും. അതുപോലെ വണ്ടി ഓടിച്ചു നോക്കും, കൈയും കാലും ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേന് അദ്ദേഹത്തിന് പിന്നെയും 80-85+ ആയിരിക്കും ഒരു ചാലഞ്ചിങ് ഏജ് ഗ്രൂപ്പായിട്ട് വരുന്നത്. അതേസമയത്ത് നേരത്തെ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായിട്ട് ചെയ്യുന്ന ഒരു ഡെസ്ക് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ 60 തൊട്ടേ അതിൻ്റേതായ ചാലഞ്ചസ് കാണും. സോ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്, എൽഡർലി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് തമ്മിൽ ഇൻ്റർചേഞ്ചബിളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഇതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. അവരുടെ കാറ്റഗറൈസേഷൻ പ്രകാരമാണ് ഞാൻ പറഞ്ഞത് ഈ 60 to 75, 75 to 80 ആൻഡ് 80 and above അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസേഷനാണ് അവരും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തേക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് വളരെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ബെനിഫിഷ്യലായിട്ട് സൊസൈറ്റി വളർന്നിട്ടുണ്ട്. ടെക്നോളജിക്കലായിട്ടും മെഡിക്കൽ കെയർ ആണെങ്കിൽ പോലും. സോ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉള്ളത് കാരണം ഈ ലൈഫിൻ്റെ ലോഞ്ചിറ്റിവിറ്റിയും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഒരു ഹെൽത്തി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 65-70 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരും. പഴയ കാലത്ത് ഒരു 45-50 വരെ ഹെൽത്തി ലൈഫ് സ്പാൻ എന്ന് പറയുമായിരുന്നു. അതിനൊരു കാരണങ്ങളെന്ന് വെച്ചാൽ ഇന്നത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ ഇംപ്രൊവൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇന്ന് ബെറ്റർ ന്യൂട്രീഷനുണ്ട്, പോഷകാഹാരങ്ങൾ അത്യാവശ്യത്തിന് നല്ല രീതിയിലുണ്ട്, അതിൻ്റേതായ ഗൈഡൻസും പ്രോപ്പറായിട്ടുണ്ട്. ഇന്നത്തെ പബ്ലിക്കിന് അതിൻ്റേതായ അവയർനെസ് ഉണ്ട്. പിന്നെ സേഫർ ലിവിങ് എൻവിറോൺമെൻറ്റ്, പരിസ്ഥിതി ഇച്ചിരൂടെ മെച്ചപ്പെട്ടതാണ്. സിറ്റുവേഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതായാലും നമ്മുടെ വീടിന് ചുറ്റുപാടുള്ളതായാലും, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചുള്ള അറിവും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് മെഷേഴ്സും ഉണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. ഈ വാക്സിനേഷനും അതുപോലെ തന്നെ ഓരോ അസുഖങ്ങളെക്കുറിച്ചുള്ള നോളജ് ഇമ്പ്രൂവ് ആയതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചുള്ള ഏർലിയർ നോളജ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സും എടുക്കാം, ഇങ്ങനൊരു പ്രശ്നമോ പ്രയാസമോ വരാതിരിക്കാനായിട്ട്. സോ അതുകൊണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസിയും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലായ പോലും. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ എൽഡർലി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രായമുള്ളവർ വളരെ ഒരു 65+, 70+ലോട്ട് കിടക്കുമ്പോൾ അതിൻ്റേതായ ചാലഞ്ചസ് ഫിസിക്കൽ ഹെൽത്തിൽ വരും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്, ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട് പറ്റുന്നിടത്തോളം ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ ICU പോയാൽ പോലും, ICUവിൽ അഡ്മിറ്റ് ആയാൽ പോലും ICUവിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഗുണമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അവിടെ വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൾ ജീവനോടുണ്ട്, പക്ഷേ ആ ജീവനിൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രായമായാൽ പോലും എങ്ങനെ ആരോഗ്യപരമായി ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാമെന്നുള്ളതാണ് അതിൻ്റേതായ ക്വസ്റ്റ്യൻ. അപ്പോൾ സാർ, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പം ഓൾഡ് ഏജിൽ പ്രായമാവും തോറും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ എക്സസൈസൊക്കെ എത്രമാത്രം ചെയ്യാം? അതെ. അപ്പോൾ ഈ ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതൊരു അസുഖമല്ലല്ലോ. അപ്പോൾ ആകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയാൻ നമ്മുടെ ബോഡിയിൽ പല സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട്, അതായത് നമ്മുടെ ബ്രെയിൻ, പിന്നെ നെർവ്സ്, ഞരമ്പുകൾ, പിന്നെ അതുപോലെ തന്നെ കാർഡിയോ പൾമണറി സിസ്റ്റം, ഹാർട്ട്, ലങ്സ്, ആ സിസ്റ്റമുണ്ട്. പിന്നെ യൂറിനറി സിസ്റ്റമുണ്ട്. അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട് ബോഡിയിൽ, ഇൻക്ലൂഡിങ് നമ്മുടെ സ്കിൻ പോലും. അതൊരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരും, അതൊരു വേറെ സിസ്റ്റമാണ്. സോ അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റത്തിലെല്ലാം അതിൻ്റേതായ റോൾസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തു നിന്ന് പോകുന്ന സ്വെറ്റ്, വേർപ്പ്, അതുപോലെ നമ്മുടെ സ്കിന്നിൽ കൂടെ പോകുന്നത്, അത് എക്സ്ക്രീറ്ററി ഫങ്ഷൻ എന്ന് പറയും. റെഗുലർ എക്സ്ക്രീഷൻസ് അല്ലാതെ നമ്മുടെ ശരീരത്തു നിന്ന് മാലിന്യങ്ങൾ വെളിയിൽ പോകുന്ന പോലെ തന്നെ ഇതും ഒരു മാലിന്യമാണ്. അത് ഈ സ്വെറ്റിൽ കൂടെ പോകുന്നത് പല സോൾട്ട്സ് ശരീരത്തൂടെ പോകാറുണ്ട്. സോ അങ്ങനെ ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ ചേഞ്ചസ് ക്രമേണ വരും. സോ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാച്ചുറലായിട്ട് ഫിസിയോളജിക്കലായിട്ട് ഏജിങ് പ്രോസസ്സ് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ നമ്മൾ തന്നെ നമ്മുടേതായ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് ഫിസിയോളജിക്കൽ പ്രോസസ്സ്, നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് അഗ്രിവേറ്റ് ചെയ്യുന്നത്, അവിടാണ് ഒരു പ്രശ്നം വരുന്നത്. അതായത് നമ്മുടെ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിൽ എനിക്ക് പ്രായമായി, ഞാൻ റിട്ടയറായി, ഇനി എനിക്ക് പഴയതുപോലെ പറ്റത്തില്ല, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സൈക്കോ സോഷ്യലായിട്ട് തന്നെ പ്രായമായി കഴിഞ്ഞു. അത് ഫിസിയോളജിക്കൽ ഏജിങ് അല്ല, അതിനെ നമ്മൾ സൈക്കോ സോഷ്യൽ എന്ന് പറയും. അദ്ദേഹം തന്നെ സൈക്കോളജിക്കലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് പ്രായമായി, ഇനി എനിക്കങ്ങോട്ട് പഴയതുപോലെ പറ്റത്തില്ല. അവിടെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷനാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ, മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെയും ഫാസ്റ്റ് ട്രാക്ക് ആകുകയാണ്. ആ ഏജിങ് പ്രോസസ്സ് തന്നെ പെട്ടെന്ന് അങ്ങ് ഫാസ്റ്റ് ട്രാക്ക് ആയി പോകും. സോ ഓരോ സിസ്റ്റത്തിനും ഫിസിയോളജിക്കൽ ഏജിങ് പ്രോസസ്സ് അനുഭവപ്പെടാം. പക്ഷേ നമ്മൾ അവിടെ ആക്റ്റീവായിട്ട് നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് ഒരുപക്ഷെ ഒരു 60 വയസ്സാകുമ്പോഴോ 65 വയസ്സാകുമ്പോഴോ അനുഭവപ്പെടുന്ന ഫിസിയോളജിക്കൽ ഏജിങ് പ്രോസസ്സ് നമുക്കൊരു 80-85 വരെ നീട്ടിക്കൊണ്ട് പോകാം. ഒരു പരിധി വരെ. അതെ, അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നമ്മുടേതായ ഫിസിയോളജിക്കൽ ഏജിങ് പ്രോസസ്സ് പോലും നമുക്ക് ഇച്ചിരൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തി ഇച്ചിരൂടെ കുറച്ച് നാളുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ സർക്കംസ്റ്റാൻസസിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ പേഷ്യൻസ് പറയുന്നതാണ്, ചില പേഷ്യൻസൊക്കെ പറയും, സാറേ എനിക്ക് പ്രായമായി, എനിക്ക് മുട്ടിന് നല്ല വേദനയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഈ മുട്ടുവേദന മാറ്റാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിന് പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പല സ്റ്റേജസിൽ. ഒരുപക്ഷെ അതിന് ഇച്ചിരി എക്സസൈസ് കൊടുത്താൽ മാറും. ചിലപ്പോൾ വെറും ചൂട് വെച്ചാൽ തന്നെ മാറാനുള്ള വേദനയെ കാണത്തുള്ളൂ. പക്ഷേ ഇത് വളരെ കാലമായിട്ട് ഒരു 5 വർഷമായി 10 വർഷമായിട്ട് വേദനയുണ്ട്, ഞാനെങ്ങനെയോ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ആ ടൈമിലോ ആ ഫേസിലോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ, പ്രോപ്പർ കെയർ കൊടുക്കാതെ ഇച്ചിരൂടെ പ്രായമാവട്ടെ അന്നേരം നോക്കാം എന്നും തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന ആ ചേഞ്ചസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കത്തില്ല. ആദ്യമേ നമ്മൾ ആ വേദന വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ചേഞ്ചസ്, വലിയ ചേഞ്ചസ് ഇല്ലാതെ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഒരുപക്ഷെ നോർമൽസിലേക്ക് കൊണ്ടുവരാം, നോർമലാക്കാം. പക്ഷേ ഇതൊരു 10 വർഷം 15 വർഷം തള്ളിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ആ കാർട്ടിലേജ് എല്ലാം പോയി കഴിഞ്ഞിട്ട് വേറെ ടയറായി കഴിഞ്ഞിട്ട്
ഇപ്പോൾ വേദന എടുക്കുന്നത് ശരിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് റിവേഴ്സിബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് ഒരുപക്ഷെ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ കാണത്തില്ല. ചിലപ്പോൾ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും അതിൻ്റേതായ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. സോ അങ്ങനെ വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അതൊരു സർജറി കൂടെ പോകേണ്ടി വരും. അത് ചിലപ്പോൾ 60-ാമത്തെ വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 65-ാമത്തെ വയസ്സിലായിരിക്കും. കാരണം അദ്ദേഹത്തിന് അതൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. കാരണം ഞങ്ങളുടെ അടുത്ത് വരെ പേഷ്യൻസ് പറയുന്നത്, സാറേ ഈ പ്രായത്തിൽ എനിക്കിപ്പോൾ ഒരു ഗ്രാൻഡ് ചൈൽഡുണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്. ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ അവനെ പൊക്കുകയും അവൻ്റെ കൂടെ കളിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഒരു മാനസിക ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ, ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഓർത്തോപെഡിക് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത് റിവേഴ്സിബിൾ ആണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓഫ് കോഴ്സ് എടുത്ത ഉടനെ ഫസ്റ്റ് സൊല്യൂഷൻ സർജറി ആയിരിക്കത്തില്ല. അത് കൺസർവേറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സർജിക്കൽ ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ സർജിക്കൽ ഓപ്ഷനിൽ സർജറി ചെയ്യും. സർജറി അത്രയ്ക്ക് ഡിസേബിൾഡ് ആണെങ്കിൽ, ഫങ്ഷണലി ഡിസേബിൾഡ് ആണ്, നടക്കാൻ പറ്റുന്നില്ല, ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സർജറി അല്ലാതെ വേറെ ഓപ്ഷനില്ല. അത് സർജറി കഴിഞ്ഞാൽ ഉടനെ ആ സിംറ്റംസ് എല്ലാം മാറും, ആൾ ആക്റ്റീവ് ആവും. സോ ആ പഴയ വേദന ഇല്ലാതാകും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 10 or 15 years അദ്ദേഹം അതുകൊണ്ട് പുഷ് ചെയ്ത് നടന്ന കാലം, അതിൽ വളരെയധികം ചേഞ്ചസ് നടക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു 1 kilometer ഒരു 20 minutes കൊണ്ട് കവർ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നടന്ന് കവർ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ, അദ്ദേഹം ഈ വേദന കാരണം അതൊക്കെ അവോയ്ഡ് ചെയ്യും. സോ അദ്ദേഹം അത്രയും ആക്ടിവിറ്റി കുറച്ചുകൊണ്ട് വരും. ആ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ കുറയ്ക്കും. കാരണം ഒത്തിരി നടന്നാൽ ഇത് കൂടുതൽ തേഞ്ഞു പോകുമെന്നും പേടിച്ച് പിന്നെ അവിടെ ആക്ടിവിറ്റി കുറയ്ക്കും. സോ അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റേതായ ചേഞ്ചസ് ശരീരത്തിൻ്റെ അസ്ഥിക്കുണ്ടാവും, മസിലിനുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഫങ്ഷൻ ചെയ്യുന്ന ഹാർട്ടിനുണ്ടാവും, ലങ്സിനുണ്ടാവും. ഓരോ ബോഡിയിലെ ഓരോ സിസ്റ്റവും അതനുസരിച്ച് അതിനുള്ള ചേഞ്ചസ്. അത് മോശമാവുമെന്നല്ല പറയുന്നത്, അതിന് അഡാപ്റ്റേഷൻ എന്ന് പറയും. അതിൻ്റേതായ അഡാപ്റ്റീവ് ചേഞ്ചസ് അവിടെ മാറും. സോ അങ്ങനെ അഡാപ്റ്റീവ് ചേഞ്ചസ് മാറുമ്പോൾ അദ്ദേഹം പിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, എന്നെ കൊണ്ട് പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ തന്നെ എനിക്ക് അണയ്ക്കുമെന്ന് പറയും. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ നമ്മൾ എങ്ങനെ ആക്റ്റീവായിട്ട് ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഓടി നടന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ പിന്നീട് ഒരു ജോലിക്ക് പോകുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആ പഴയതുപോലെ ആക്റ്റീവായിട്ട് പറ്റത്തില്ല. നമ്മൾ ഈസി ആയിട്ട് ഒരു 2 സ്റ്റോറി സ്റ്റെയർ കേസ് ഓടി കയറിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരു 10 വർഷം അത് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ പിന്നെ അത് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ 2 ഫ്ലോർ കയറുമ്പോൾ തന്നെ നമ്മളത് പാൻറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അണയ്ക്കാൻ തുടങ്ങും, അല്ലേ? സോ അങ്ങനെയുള്ള അതൊക്കെയാണ് ഫിസിയോളജിക്കൽ അഡാപ്റ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഏജിങ് പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഒരു പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടേതായ ഏജിങ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ട്രാക്ക് ആകും. സോ അതിന് നമ്മൾ ഇച്ചിരൂടെ ലെങ്തൻ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. സോ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ അതൊരു ജോലിയായിട്ട് എടുക്കാതെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ അത് അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈവൻ ദോ ഇപ്പോൾ നമ്മൾ പറയുക വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അവിടുത്തെ ഫെസിലിറ്റീസ് ആയാൽ പോലും, എന്ന് വെച്ചാൽ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ് വന്ന് നിൽക്കുക, ആൾക്കാർ പെതുക്കെ കയറുക, അവിടുത്തെ ആ ബസ്സിലോട്ട് കയറാനുള്ള സ്റ്റെപ്സ് പോലും ലോ ഫ്ലോറിംഗ് ആയിരിക്കും, ഒത്തിരി ഹൈറ്റിലെടുത്ത് വെക്കേണ്ട ആവശ്യം വരത്തില്ല. സോ ലോ ഫ്ലോറിംഗ് സ്റ്റെപ്സ്. അതുപോലെ തന്നെ എങ്ങോട്ട് പോയാലും പ്രായമുള്ളവർക്കും ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കാണും. പ്രായമുള്ളവർക്ക് ഈസി ആയിട്ട് കടന്നു പോകാനും മുകളിലോട്ട് കയറി വരണമെങ്കിലും അങ്ങനെയുള്ള ആക്സസിബിലിറ്റി വളരെ
ഈസി ആയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ചുകൂടെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതൊരു നാച്ചുറൽ എൻവിറോൺമെൻ്റ് ആണ്. സോ അതിൻ്റേതായ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്, പോസിറ്റീവ് സൈഡ്സും ഉണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. പക്ഷേ നമ്മുടേതായ നാച്ചുറൽ എൻവിറോൺമെൻറ്റിൽ നമ്മളെങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നു. സോ അതിന് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടുത്തെ ആൾക്കാർ, അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ പ്രായമാകുമ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ സ്റ്റേറ്റ് ഇതുവരെ നമ്മുടെ കൺട്രി, നമ്മുടെ ഒരു സൊസൈറ്റി ഇതുവരെ അതുപോലെ ആയിട്ടില്ല. പക്ഷെ അവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ പ്രായമുള്ളവർ അവരുടേതായ ലൈഫ് സ്റ്റൈല്, അവരുടെ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ല. സോ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ അവർ മാക്സിമം ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ നോക്കും. ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ അവർ വേറെ ഏതെങ്കിലും ഹോംസിലോട്ട് മാറുകയും പിന്നെ അവിടെ ഈ സീനിയർ സിറ്റിസൺസിനായിട്ടുള്ള ഹോംസ് ആയിരിക്കും അത്. ഓൾഡ് ഏജ് ഹോം എന്ന് പറയും. ഇന്നത് വേറെ ഒരു ടെർമിനോളജിയിലൊക്കെയാണ് അറിയപ്പെടുന്നത്. സോ അങ്ങനെ അവർ അങ്ങോട്ട് മാറുകയും പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഏജ് ഗ്രൂപ്പിന് മാത്രമായിട്ടുള്ളതായിരിക്കും. സോ അവർക്കൊരു ഇപ്പോൾ റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ കിടക്കുന്ന കട്ടിലായാൽ പോലും ഇരിക്കേണ്ട ചെയറായാൽ പോലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് കാണും. അതിന് ആർക്കിടെക്ചറൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയും. സോ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് അവിടെ നടക്കും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഒരു ന്യൂക്ലിയർ ലൈഫ് സ്റ്റൈലാണ്. എവറി മാൻ ഫോർ ഹിംസെൽഫ്. അവരവരുടെ കാര്യം നോക്കുക, നടക്കുക, പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്യാതെ. പക്ഷേ നമ്മുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ഈസ് ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി, ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ആ ഫാമിലിയിൽ കുഞ്ഞു പിള്ളേർ കാണും, അഡൽട്സ് കാണും, എൽഡർലി ആൾക്കാരും കാണും, കോളേജിൽ പോകുന്ന പിള്ളേരും കാണും. സോ അങ്ങനെ ഒരു ദേ ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ സപ്പോർട്ടീവ്. സോ അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഉള്ളത്. സോ അങ്ങനെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫീലിംഗ്, പ്രായമായവർ അവർക്ക് അവരുടേതായ ഒരു ആക്ടിവിറ്റി ലെവൽ, ഒന്നിച്ചിരിക്കുക, അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒന്നിച്ചിരിക്കുക. ഇതേ പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അവർ വൈകിട്ട് ഞാൻ ഒന്ന് കവലയിൽ പോയിട്ട് വരാമെന്ന് പറയും. ആ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി ഒന്ന് സംസാരിക്കും, വരും. സോ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവരങ്ങനെ പോകുമ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് അവിടെ ഒരു ഇൻട്രാക്ഷൻ നടന്നു, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കത്തില്ല. പക്ഷെ അവർ ചിലപ്പോൾ വേറെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, ന്യൂസിൽ കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ട് വരുന്നത്. അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റേതായ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ ഡിസ്കസ് ചെയ്ത കണ്ടൻറ്റ് മാത്രമല്ല, അത് അവിടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനായിട്ട് മാറി. അതത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റേതായ പേഴ്സണൽ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. പേഴ്സണൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്, വാക്കുകൾ സംസാരിച്ചു. നമ്മൾ പണ്ട് ഓർത്തിരുന്ന, ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഓരോ വാക്കുകൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ആ ജോലിക്ക് വേണ്ടിയ വാക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വാക്കുകൾ ചോദിച്ചു കഴിയുമ്പോൾ ആ വാക്കുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് പ്രായമായി കഴിയുമ്പോൾ കേൾവിക്ക് കുഴപ്പം വരാം. സോ കേൾവിക്ക് കുഴപ്പം വന്നിട്ട് കേൾവിക്ക് കുഴപ്പം വരുമ്പോൾ അവർ ഇൻട്രാക്ഷൻ ചെയ്യുന്നത് തന്നെ കുറയ്ക്കും. കാരണം ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കേട്ട ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കത്തില്ല മറുപടി പറയുന്നത്, മറുപടി തെറ്റിച്ച് പറയും. പിന്നെ ഒന്നുകൂടെ അവർ ഉറക്കെ ചോദിക്കും. പിന്നെ ഈ കേൾക്കാത്ത ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അയ്യോ, എനിക്ക് അദ്ദേഹത്തിനൊരു സെൽഫ് കോൺഫിഡൻസ് പോവും, അതുപോലെ തന്നെ ഹേർട്ടാകും. അതുപോലെ അയ്യോ എനിക്കിപ്പോൾ പഴയതുപോലെ ചെവി കേൾക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ ഒരു വ്യക്തി സെൽഫായിട്ട് ഐസൊലേറ്റ് ആകാൻ ശ്രമിച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നീട് അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് മാറും. കാരണം നമ്മളൊരു ENT ഡോക്ടേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്താൽ അവർ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു സ്പീച്ച് പത്തോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഇങ്ങനെയുള്ള ഒരു വ്യക്തി സെൽഫായിട്ട് ഐസൊലേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ വാക്കുകൾ തന്നെ മറക്കാൻ തുടങ്ങും. ആ വാക്കുകൾ മറന്നിട്ട് പിന്നീട് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ അയ്യോ ഞാൻ എന്തോ പറയാൻ വന്ന ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, പിന്നെ ആ വാക്ക് തന്നെ മറക്കും.
പിന്നെ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ അതും വീണ്ടും അതൊരു വിഷമമായിട്ട് മാറും. അതൊരു വിഷമമായിട്ട് പിന്നെ അദ്ദേഹം ഞാൻ എന്തോ പറയാനാണ്, എനിക്കിപ്പോൾ പഴയതുപോലെ ഓർമ്മയില്ല, എനിക്കിപ്പോൾ മറവിയാ എന്നും പറഞ്ഞിട്ട് അങ്ങ് സെൽഫായിട്ട് അങ്ങ് ഐസൊലേറ്റ് ആയി ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറയ്ക്കും. പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഹിയറിംഗ് പ്രോബ്ലം ഉണ്ട്, എന്നിട്ട് അവർ പറയുന്നത് ഹിയറിംഗ് എയ്ഡ് വയ്ക്കുക, ഹിയറിംഗ് എയ്ഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സോ ഇങ്ങനൊരു ഹിയറിംഗ് എയ്ഡ് വച്ചില്ലെങ്കിൽ എന്തുമായിരിക്കും ഡിസഡ്വാൻറ്റേജസ്, ക്രമേണ ഈ ഓരോ ചേഞ്ചസും നടക്കാം. സോ അത് അതുകൊണ്ട് തന്നെ പറ്റും, അവർ വെളിയിലോട്ട് പോകാനായിട്ട് വിസമ്മതിക്കും. ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കാണും. കാരണം അവർ പറയുന്നത് ഇവർക്ക് കേൾക്കുന്നില്ല, ഈ വ്യക്തിക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. സോ ആ വെളിയിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമുക്കവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2.5 hours മിനിമം, ഒറ്റ സ്ട്രെച്ച് അല്ലെങ്കിൽ പോലും ഒരു 2.5 hours 3 hours നമ്മൾ മൂവ്മെൻറ്റ് ഇരിക്കണം, ബോഡി മൂവ്മെൻറ്റ് വേണം. നമ്മൾ അങ്ങോട്ട് നടക്കണം, തിരിച്ചു വരും, വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് റെക്കമെൻഡഡ് ഗൈഡ് ലൈൻസ്. സോ അതുകൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതനുസരിച്ചുള്ള ഡീകണ്ടീഷനിങ് ആകും. സോ അങ്ങനെ വരുമ്പോഴത്തേനും അത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ഏജിങ് പ്രോസസ്സൊക്കെ ഡെട്രിമെൻ്റലാണ്, അത് വളരെ പ്രയാസം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അത് ഏജ് അനുസരിച്ച്, ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച്. ഫിസിയോളജിക്കൽ കണ്ടീഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഒരുപോലെ ആകണമെന്നില്ല, എല്ലാവരുടെയും ലങ്സിൻ്റെ ഫങ്ഷൻ ഒരുപോലെ ആകണമെന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ എല്ലാവരുടെയും ശരീരത്തിൻ്റെ മസിൽ ഒരുപോലെ ലോഡ് എടുക്കണമെന്നില്ല. ചിലർക്ക് ഇപ്പോൾ ചിലർ ഒരു 1 കിലോമീറ്റർ ഒരു ശരാശരി സ്പീഡിൽ നടന്നു കഴിഞ്ഞാലും വേർക്കത്തില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ ഇരിക്കും, ചെറുതായിട്ടൊന്ന് വേർക്കുമായിരിക്കും. അതേ സമയത്ത് ഓൺ ദ കോൺട്രറി വേറെ ഒരു വ്യക്തി അതിൻ്റെ പാതി ഡിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങ് വേർത്ത് ഡ്രസ്സെല്ലാം വെറ്റായിട്ടിരിക്കുന്നത് കാണാം. സോ രണ്ടുപേരും ഒരുപോലെ അല്ലല്ലോ. ഒരാളുടെ BMR ബേസൽ മെറ്റബോളിക് റേറ്റ് വേറെ, മറ്റേ ആളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് വേറെ. സോ അതനുസരിച്ചുള്ള എക്സസൈസ് പ്രിസ്ക്രിപ്ഷനും ഫിസിക്കൽ ആക്ടിവിറ്റി പ്രിസ്ക്രിപ്ഷൻസും മാറും. സോ ഒരാൾക്ക് അപ്പോൾ വേർപ്പിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർപ്പിലും ഞാൻ പറഞ്ഞില്ലേ എക്സ്ക്രീഷൻ ഈസ് എ ഫങ്ഷൻ. അപ്പോൾ ആ എക്സ്ക്രീഷനിൽ കൂടെ ഒത്തിരി ബോഡിയിലെ വേസ്റ്റ് സോൾട്സ്, യൂറിയ, അതെല്ലാം പുറത്തോട്ട് വരും. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. സോ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക്. സോ ഈ ഡീകണ്ടീഷനിങ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് വ്യക്തികൾക്ക് അനുസരിച്ച് നമ്മളത് ഗ്രേഡ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യാമെങ്കിൽ. അതെ, ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഒരു ഡോക്ടർ ഒരു പ്രോബ്ലമിനുള്ള, ഇപ്പോൾ ഇൻസുലിൻ, നമ്മൾ ഒരു ഡയബറ്റിക്കിന് ഇൻസുലിൻ്റെ ഒരു അളവുണ്ടല്ലോ. നമ്മൾ മൊത്തത്തിൽ കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഇൻസുലിൻ എടുക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽസിനനുസരിച്ചുള്ള ഇൻസുലിനാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ആ ഹൈ ബ്ലഡ് പ്രഷറിനെ ഈക്വേറ്റ് ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യാനായിട്ടുള്ള ഡോസേജ് ഓഫ് മെഡിസിനാണ്, ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ് ഡോക്ടർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എക്സസൈസിനും ഓരോ വ്യക്തിക്കും പല ടൈപ്സ് ഓഫ് എക്സസൈസ് ആയിരിക്കും വേണ്ടിയത്. സോ കോമൺ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് നടക്കാൻ ഇറങ്ങുക. ചിലപ്പോൾ ഹസ്ബൻഡ് നടക്കുന്നതനുസരിച്ച് വൈഫിന് അതേ സ്പീഡ് കീപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. സോ ബട്ട് ഓഫ് കോഴ്സ് രണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു, അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്, അത് ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഇഫ് ആ ഹസ്ബൻഡിന് നല്ല സ്പീഡുണ്ട്, അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വേഗതയിൽ നടക്കണമെന്ന് വിചാരിച്ചാൽ ഹി ക്യാൻ ഡു ഇറ്റ് മേ ബി അറ്റ് എ ലേറ്റർ ഫേസ്, മേ ബി ഇൻ ദ ഈവനിങ്. മോർണിംഗ് ദേ വാക്ക് ടുഗെദർ, രാവിലെ ഒരുമിച്ച് നടക്കുക, വൈകിട്ട് തനിച്ച് അദ്ദേഹത്തിന് വേണ്ടിയതായ പേസിൽ നടക്കാം. അങ്ങനെ അത് ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എക്സസൈസ് പ്രിസ്ക്രിപ്ഷനിസ്റ്റുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാമെങ്കിൽ വളരെ ക്ലാരിറ്റി കിട്ടും, ഇച്ചിരൂടെ ബെനിഫിഷ്യലായിരിക്കും. നമ്മൾ ബ്ലൈൻഡായിട്ട് ഞാനും എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നാലും അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മെഡിക്കൽ വേൾഡിൽ
ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. കാരണം അവിടെ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഗ്രേഡിംഗ് ഓഫ് എക്സസൈസ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നാണോ? ക്വാളിറ്റി ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ വ്യക്തിയുടെ ശരീരം ഒരു 30 years 35 years അഡൽട്ട്ഹുഡിൽ നല്ല ആക്റ്റീവായിരുന്നു. സോ ആ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൽ എത്രമാത്രം ആക്ടിവിറ്റി ചെയ്തു അത് ഈക്വലായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചാലഞ്ച്. ഓഫ് കോഴ്സ് ഇതിൽ പല കോമോർബിഡിറ്റീസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഇൻഫ്ലുവൻസും അതിൽ വരും. അതാണ് കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒത്തിരി അമിതമായി ഷുഗർ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്വീറ്റ് ഇൻടേക്ക് ഉള്ളതാണ്, ഹി ക്യാൻ ബി പ്രോൺ ഫോർ ഡയബറ്റീസ്. അപ്പോൾ അതിൻ്റേതായ ഇൻഫ്ലുവൻസ് ബോഡി കാണും. പിന്നെ മദ്യപിക്കുന്നത് അത് ഇപ്പോൾ സിഗരറ്റും മദ്യവും ഹാംഫുൾ ആണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. എങ്കിലും അവരത് ചിലർ കൺസ്യൂം ചെയ്യുന്നു. സോ അതിൻ്റേതായ എഫക്ട്സ് ബോഡി കാണുമല്ലോ. സോ നമ്മളതും ഗ്രേഡ് ചെയ്തിട്ട് വേണം. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവോയ്ഡ് ചെയ്യണം, അവോയ്ഡ് ചെയ്തിട്ട് വേണം. പക്ഷെ അതുമൂലം ശരീരത്തുണ്ടായ നെഗറ്റീവ് എഫക്ട്സ് ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നീട് വേണം അത് കൗണ്ടർ ചെയ്ത് അതിന് വേണ്ടിയതായ ട്രീറ്റ്മെൻറ്റും നമ്മൾ നോക്കണം. കാരണം അത് വേറെ ഏതെല്ലാം സിസ്റ്റത്തെ കയറി ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല അല്ലേ. സോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണം. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒത്തിരി കായിക ലോകത്തുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. അവരെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു വേറെ എക്സ്ട്രീം അല്ലേ. അപ്പോൾ അവർക്കാർക്കും ഹാർട്ടിന് പ്രോബ്ലം വരത്തില്ല അല്ലെങ്കിൽ ലങ്സിന് പ്രോബ്ലം വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ കയറി കൂടുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അത് അവർക്കേ അറിയത്തുള്ളൂ. സോ അത് അവർക്ക് നല്ലതാണോ, അവർക്ക് ഡെട്രിമെൻ്റലാണോ, അവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളാണോ, അതൊക്കെ അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു എക്സസൈസ് പ്രിസ്ക്രിപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന് അത് ഇച്ചിരൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ അവരുടെ ആനുവൽ മെഡിക്കൽ ചെക്കപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എൻ ഐ ഓപ്പണർ. പലരും അത് കാര്യമായിട്ട് എടുക്കാറില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാലായിരിക്കും ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ എന്നിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. നമ്മളൊരു ബേസ് വാല്യൂ ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം എടുത്തതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു. ഈ വർഷം എടുത്തപ്പോൾ ഇത്ര ചേഞ്ചസ് ഉണ്ട്. എന്തുകൊണ്ട് ആ ചേഞ്ചസ് വന്നു, ഏത് കാരണം കൊണ്ടായിരിക്കും, എവിടെ ആയിരിക്കും, എൻ്റെ ഭക്ഷണത്തിലാണോ മാറ്റേണ്ടത്? കാരണം ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഓരോ ഏരിയയ്ക്കും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സൈക്കോളജിസ്റ്റ് വേണമെങ്കിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റ് വേണമെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അങ്ങനെ പല ഏരിയയിലും മെഡിക്കൽ ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, റെസ്പിറേറ്ററി തെറപ്പിസ്റ്റ്, അങ്ങനെ പല ഏരിയയിൽ പല ഫീൽഡിൽ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. സോ അതൊക്കെ എത്രമാത്രം നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യുന്നു, അവരുടെ പ്രിസ്ക്രിപ്ഷൻസ്, അവരുടെ അഡ്വൈസസ് എത്രമാത്രം നമ്മൾ ബെനിഫിഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയുള്ളത് ദാറ്റ് ഓൾസോ ഈസ് എ ഡിസൈഡിങ് ഫാക്ടർ ഹൗ വി ടേക്ക് ഫോർവേഡ് ടുവേർഡ്സ് ദി ഏജിങ് പ്രോസസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനും പുറമെ നമ്മൾ ഈ എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് ഡോക്ടറിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഏജിങ് പ്രോസസ്സിനെ കുറിച്ചും ഫിസിക്കൽ ആക്ടിവിറ്റിയെക്കുറിച്ചും. ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന വെൽനസ് പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം.